கொஞ்ச தூரம் கொஞ்ச நேரம் கூட என்னாலாகுமோ உன்னை உன்னை தேடித்தானே இந்த ஏக்கம் இந்த பாதை இந்த பயணம் இந்த வாழ்க்கை ஆனதோ. ആര് നീ ഇവിടെ ഇരിക്കി, ഞാൻ പോയിട്ട് ബുക്സ് എടുത്തിട്ട് വരാം. ആ ഓക്കെ, നീ ചെല്ല്. ദർശ, എന്റെ ഡൗട്ടാണോ? എന്റെ പൊന്നാരു, അന്ന് ചോദിച്ച പോലത്തെ ഡൗട്ടാണെങ്കിലും പ്ലീസ് ചോദിക്കരുത്. അതൊന്നും അല്ല, വേറൊരു കാര്യം ചോദിക്കാനാ. വേറെ കാര്യോ? എന്ത്? ചോദിക്ക്. അല്ല, ദർശൻ എന്തിനാ അപ്പോ അത്രയും റൂഡായിട്ട് സംസാരിച്ചേ? ഞാനോ? എപ്പ റൂഡായി സംസാരിച്ചോന്ന്? അത് ആരോട്? കുറച്ചു മുമ്പ് സിയാനോട്. ഓ, അത് ഞാൻ അയാളോട് റൂഡായി സംസാരിച്ചൊന്നും അല്ല. നീയും പറഞ്ഞല്ലേ നിനക്ക് താല്പര്യമില്ലെന്ന്. പക്ഷെ അവൻ സ്റ്റിൽ നിന്നെ നിർബന്ധിച്ചുകൊണ്ടിരുന്നു. സോ ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്തു, അത്രേ ഉള്ളൂ. അല്ല, എന്താ ഇപ്പൊ ഇത് ചോദിക്കാൻ? നിനക്ക് അവനോട് സംസാരിക്കണമായിരുന്നോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. ആരു, നിന്റെ ഫോൺ എവിടെ? എടാ, നിന്റെ അമ്മ ഇത് എന്നെ വിളിച്ചിട്ട് നിന്നെ കിട്ടുന്നില്ലെന്ന് പറയുന്നു. നീ ഒന്ന് അങ്ങോട്ട് തിരിച്ചു വിളിച്ചേ. അമ്മയോ? ഓ, എന്റെ ഫോൺ സൈലന്റ് ആയിരിക്കും. ഞാൻ വിളിച്ചോളെന്ന് പറഞ്ഞില്ലേ നീ? ആ, അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ദർശ, നീ ഇവിടെ ഇരിക്കാനാണോ പ്ലാൻ? ക്ലാസ്സിൽ വരുന്നില്ലേ? ക്ലാസ്സിൽ പോണ്ടേ. പിന്നെ നീ ഇവിടെ കുറച്ചു നേരം ഇരിക്കും, നമുക്ക് ഒന്നിച്ചു പോവാം. ആരും തന്നെ കഴിഞ്ഞ ദിവസം കണ്ടില്ലല്ലോ, ലീവായിരുന്നോ? ആ, തനു ആടോ, ലീവായിരുന്നു. എനിക്ക് പനിയായിരുന്നു. ആണോ? എന്നിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട്? ഹോസ്പിറ്റലിൽ കാണിച്ചില്ലേ? മെഡിസിൻസ് ഒക്കെ? ആ, ഇപ്പൊ ഓക്കെയാണ്. പിന്നെ താനെന്താ ഇവിടെ? ക്ലാസ് ഇല്ലേ? ക്ലാസ് ഉണ്ട്. പിന്നെ ആരം ഒരു 2 മിനിറ്റ്സ് ഒന്ന് വരുമോ? ആ, കാർത്തി ഇപ്പൊ വരാ. ദോണ്ടെ ദർശ, നോക്കടാ, ദേ ആ പെണ്ണ് നമ്മുടെ ആരുവിനെ നൈസായിട്ട് റാഞ്ചിക്കൊണ്ടുപോയി. ഏയ്, അവൾ സംസാരിച്ചിട്ട് വരട്ടെ. കാർത്തി, നമ്മള് ഫസ്റ്റ് ഇയർ ആയിരുന്നപ്പോ എന്തൊക്കെയായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നേ? ഇപ്പൊ അവൻ വന്ന് ഞാൻ ഇതൊക്കെ അവന് പറഞ്ഞു കൊടുക്കേണ്ടി വരും. ബുക്ക് കാണുമ്പോഴല്ലോ ഒന്ന് ഓർമ്മ വരുന്നേ. നിനക്ക് എന്തൊക്കെ ഓർമ്മയുണ്ട്? നീ ഇത് ആരോടാ ദർശ ഇതൊക്കെ ചോദിക്കുന്നേ? ഈ വർഷം ഉള്ളത് തന്നെ ഓർമ്മയില്ല, പിന്നെ ഫസ്റ്റ് ഇയർ. എന്നാലും എടാ, എന്താടാ? അല്ല, എന്നാലും ആ കുട്ടി എന്തായിരിക്കും അവൻ ഇത്ര അധികാരത്തോടെ വിളിച്ചോണ്ട് പോയത്? ഇനി അവര് വല്ല സെറ്റും ആണോ? ഏയ്, അതോർത്ത് നീ പേടിക്കണ്ട മോനെ. അവന് പെമ്പിള്ളാരോട് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. അതുകൊണ്ട് അവക്കെന്നല്ല വേറൊരു കുട്ടിക്കും അവൻ വീഴൂല. ഓ, അതെന്താണാവോ പൊന്നുമോൻ അത്ര ഉറപ്പ്? നിനക്ക് ഇൻട്രസ്റ്റ് ഉള്ള കേസാണോ? എടാ കോപ്പെ, നീ അവന്റെ ചേട്ടനല്ലേടാ? സോ വാട്ട്, ഞാൻ നിന്റെ ഫ്രണ്ട് കൂടെയാണ്. ഇൻട്രസ്റ്റ് ഉണ്ടേ പറ, നമ്മക്ക് ആലോചിക്കാന്നേ. അവന്റെ വീട്ടുകാര് വലിയ സീനുള്ള കൂട്ടത്തിലൊന്നും അല്ല. എന്താണ് ദർശ, എനിക്കറിയാം, അവനെ കണ്ടപ്പോ തൊട്ടുള്ള നിന്റെ ഇളക്കം ഞാൻ കാണുന്നതാണല്ലോ. കൂടുതൽ കിടന്നുള്ളൊന്നും വേണ്ട. നീ എന്താണ് ഒരുമാതിരി അർത്ഥം വെച്ച് സംസാരിക്കുന്നേ? ഒരു ചേട്ടൻ, അതും സ്വന്തം ഫ്രണ്ടിനോട് അനിയനെ പറ്റി പറയേണ്ട കാര്യമാണോ നീ ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്നേ? ദർശ, നീ ഞാനൊന്നും കാണുന്നില്ലെന്ന് വിചാരിക്കരുത്. ഇപ്പൊ കൊറേ ആയല്ലോ നിന്നെ ഞാൻ കാണാൻ തുടങ്ങിയിട്ട്. 5 വർഷമായി. അതിനിടയില് ഇവിടെ കഴിഞ്ഞ 4 വർഷമായിട്ടും ഫസ്റ്റ് ഇയേഴ്സ് വന്നിട്ടുണ്ട്. പക്ഷേ ആരു നമ്മുടെ ഫൈനൽ ഇയറിലെ ഫസ്റ്റ് ഇയർ ആയത്, അതിൽ നീ ഖേദിക്കുന്നു. അതെനിക്കറിയാം. പിന്നെ നീ അവനോട് ഈ കാണിക്കുന്നതും അവനെ കെയർ ചെയ്യുന്നതും നിനക്ക് അവനോടുള്ള ബിഹേവിയറും എല്ലാം വെറും ഒരു സീനിയറിന്റെ കടമയെന്ന് വിശ്വസിക്കാൻ എനിക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. എന്തോന്നടാ? എന്നാലും എന്റെ കാർത്തി, ഇവിടെ ഇപ്പൊ നിങ്ങൾ രണ്ടുപേരുള്ളൂ. ആരും ഇവിടെ? അവൻ ഏതോ പെങ്കൊച്ചെ വിളിച്ചോണ്ട് പോയി. ഇനിയിപ്പൊ എപ്പ വരുന്ന വെച്ചിട്ടാ? ദർശ, നമുക്ക് പോവാം. എന്തായാലും നെക്സ്റ്റ് ഇന്റർവെൽ ഉണ്ടല്ലോ, അപ്പൊ വരാം. ആ, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇന്റർവെല്ലിന് വരാൻ തീയാ. അവനോട് പറഞ്ഞേക്ക്. ഓ ആയിക്കോട്ടെ, ശരി എന്നാ. എന്നാൽ ഇവൻ ഏത് പെങ്കൊച്ചു വിളിച്ചോണ്ട് പോയിന്നാ? ഓ, കൊറേ ലേറ്റായി. അവര് പോയോ? ആടാ, അവര് പോയി. നെക്സ്റ്റ് ഇന്റർവെല്ലിന് വരാന്ന് പറഞ്ഞു. അല്ല, നിന്നെ ഏതോ പെങ്കൊച്ചു വിളിച്ചോണ്ട് പോയെന്ന് പറഞ്ഞല്ലോ, ആരാണ്? അതാ തനു ആയിരുന്നടി. അവള് ചുമ്മാ. എന്നാലും ഈ ദർശൻ എന്താ എന്നോട് പറയാണ്ട് പോയത്? ഓഹോ, മോനെ ആരു, നിന്റെ ഈ ദർശാവിളി എന്തുദ്ദേശിച്ചെന്ന് എനിക്ക് കൂടെ മനസ്സിലാവുന്നില്ല. അതിപ്പോ എന്തു പറയാനാ?
പ്രത്യേകിച്ച് ഒരു ഉദ്ദേശവും ഇല്ല, ഒരു മനസ്സുഖം. നീ വന്നേ, നമുക്കും പോവാം. ആരു, ഞാനൊരു കാര്യം പറയട്ടെ നിന്നോട്. ആ, എന്താടി? എടാ, നിനക്ക് സിയാൻ പറയുന്നൊന്ന് കേക്കായിരുന്നില്ലേ? അവൻ വിളിച്ചതല്ലേ? എനിക്കറിയാം, കാര്യമില്ല. പക്ഷേ അവന്റെ സിറ്റുവേഷൻ, നിനക്കൊന്ന് അവനോട് സംസാരിക്കായിരുന്നു. മോശമായി പോയോ? ദിയ, നീ തന്നെയല്ലേ അന്ന് യാദവിനോട് പറഞ്ഞത് ഇനി ഒരിക്കലും അവന്റെ കാര്യം പറഞ്ഞിങ്ങോട്ട് വന്നേക്കരുതെന്ന്? ഞാനിപ്പോ അവനോട് സംസാരിക്കാൻ ഓക്കെ ആയിരുന്നില്ല. പക്ഷെ എനിക്കും തോന്നി അവനോടൊന്ന്, അല്ല, അവൻ പറയുന്ന ഒന്ന് കേൾക്കായിരുന്നു എന്ന്. അങ്ങനെ നിനക്ക് അവൻ പറയുന്നത് കേൾക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ വേറെ ഒന്നും ആലോചിക്കണ്ട. ജസ്റ്റ് കേട്ടു നോക്ക്. എന്താന്നറിയാലോ? അപ്പൊ നിനക്ക് കുഴപ്പമൊന്നുമില്ല? എന്ത് കുഴപ്പം ആരോ? ഞാൻ പറഞ്ഞതാണ് ഇനി ഒരിക്കലും നീ സിയാന്റെ അടുത്തോട്ട് പോവരുതെന്ന്. പക്ഷേ എനിക്ക് മനസ്സിലാവും, അവനും എന്തെങ്കിലും റീസൺ കാണൂടാ. അത് നീ കേക്ക്. പക്ഷെ ഇനി അവൻ അക്സെപ്റ്റ് ചെയ്യണം എന്നല്ല ഞാൻ നിന്റെ അടുത്ത് പറയുന്നത്. അവൻ നിന്നോട് ചെയ്തതൊക്കെ ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റ് തന്നെയാണ്. ആഹാ, രണ്ടുപേരുണ്ടല്ലോ. ബെല്ലടിച്ചപ്പോ തന്നെ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി ഓടിയോ? ഏയ്, ഞങ്ങക്ക് ഫ്രീ പീരീഡ് ആയിരുന്നു. കുറച്ചു നേരമായി ഞങ്ങളിവിടെ വന്നിരിക്കാൻ തുടങ്ങിയിട്ട്. കാർത്തികേട്ടൻ എവിടെ ദർശൻ ചേട്ടാ? അവനേതോ പെങ്കുച്ചിന്റെ പുറകെ പോയി. ഇപ്പൊ വരുമായിരിക്കും. നിങ്ങൾ ഇരിക്കി, ഞാൻ ഇപ്പൊ വരാം. ദിയ, അവൻ എവിടേക്കാ പോയേ? അറിയില്ല, ഇപ്പൊ വരുന്നല്ലേ പറഞ്ഞേ. പ്രവീണ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. കൊറേ ആയി ഞാൻ ഓരോന്ന് കണ്ടില്ല കണ്ടില്ല എന്ന് വെക്കുന്നു. നീ എന്തിനാ സിയാൻ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്? എല്ലാം കഴിഞ്ഞതല്ലേ, ഇനി എന്തിനാ അവൻ ഇങ്ങനെ ഓരോന്ന് ഓർമ്മിപ്പിക്കുന്നേ? എടാ, നിനക്കിത് എന്ത് പറ്റി? ഞാൻ അവനെ എന്ത് സപ്പോർട്ട് ചെയ്യുന്നതാ നീ പറയുന്നേ? നിനക്കൊന്നും അറിയില്ല. എടാ, സിയാനും ആരും തമ്മിൽ റിലേഷൻഷിപ്പിലായിരുന്നു. അത് ഇവൻ തന്നെയല്ലേ ബ്രേക്കപ്പ് ആക്കിയത്. എന്നിട്ട് എടാ, എനിക്ക് അവന്റെ അവസ്ഥ ശരിക്കും അറിയാവുന്നതുകൊണ്ടാ. അവൻ പറഞ്ഞതല്ലേ ഇനി അവൻ ഒന്നിനും താല്പര്യമില്ലാന്ന്. നോക്ക്, ജസ്റ്റ് അവന് ഇവനോടൊന്ന് സംസാരിക്കാൻ പോലും താല്പര്യമില്ല. പിന്നെ എന്തിനാ? നീയാണ് അവൻ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടെന്താ ഇവനല്ലേ ഏറ്റവും കൂടുതൽ സെഡ് ആവുന്നത്? എടാ, ഈ നിൽക്കുന്നത് നമ്മുടെ ഫ്രണ്ടാണ്. ഞാൻ ഇവന് വേണ്ടിയാ സംസാരിച്ചത്. നീ ഇപ്പോഴും പറയുന്നത് അവന്റെ സൈഡിൽ നിന്നോണ്ടാ. ഓക്കെ ആയിരിക്കും, നിങ്ങൾ ഒന്നിച്ച് പഠിച്ചതും നിന്റെ വലിയ ഫ്രണ്ടൊക്കെ ആയിരിക്കും അവൻ. പക്ഷെ നീ എന്താ സിയാന്റെ സൈഡിൽ നിന്ന് ആലോചിക്കാത്തെ? സിയാന്റെ സൈഡിൽ നിന്നോണ്ട് ഞാൻ എന്താ പറയണ്ടേ? ഡാ, അറ്റ്ലീസ്റ്റ് നീ അവന് ബ്രേക്കപ്പ് ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് ഞങ്ങളോടെങ്കിലും ഒന്ന് പറയണം. നീ ആണെങ്കിൽ അത് ഞങ്ങളോട് വരെ ഇതുവരെ വാതർന്നൊന്നും ഒഴിഞ്ഞിട്ടില്ല. എനിക്ക് നിന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പറയാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ നീ പോയ ആ 6 മാസം എന്തായിരുന്നു ആരുവിന്റെ അവസ്ഥ എന്ന് നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? എനിക്കും അറിയില്ലായിരുന്നു. പക്ഷെ ദിയ എന്നോടെല്ലാം പറഞ്ഞു. അവള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ അവന്റെ കൂടെ. അതുകൊണ്ട് തന്നെ അവളും സമ്മതിക്കത്തില്ല. ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ അറിഞ്ഞോണ്ട് ഒരു ആപത്തിലേക്ക് തള്ളിവിടാൻ ആരെ കൊണ്ട് പറ്റില്ല. എടാ, എനിക്കറിയാം, ഒരിക്കലും അവനിങ്ങനെ സങ്കടപ്പെടുത്തരുതെന്ന് ഞാൻ വിചാരിച്ചിരുന്നതാ. പക്ഷെ ഞാൻ അവന്റെ കൂടെ ഉണ്ടെങ്കിൽ അവന് ലൈഫ് ലോങ് ഹാപ്പി ആക്കി വെക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ടാ എന്റെ സിറ്റുവേഷൻ അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ഇനി അവനെ സെഡാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഞാനും ഇനി അതിനെപ്പറ്റി ഒന്നും തിങ്ക് ചെയ്യുന്നില്ല. പക്ഷെ എനിക്ക് അവൻ ഇഷ്ടമാണ്. എന്നിട്ട് ഇപ്പൊ അവൻ ഹാപ്പിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ സിയാൻ? എടാ, നിന്റേത് മാത്രമായിട്ട് ജീവിച്ചല്ല അവൻ. എല്ലാം കൊണ്ടും അവൻ നിന്റെ മാത്രം ആയിരുന്നില്ലേ സിയാൻ? എന്നിട്ടും നീ എന്തിനാ ഒരു റീസൺ പോലും അവനോട് പറയാതെ ഇത്ര പെട്ടെന്ന്? എനിക്കറിയാം അവൻ എന്നെ എത്രത്തോളം ഇഷ്ടമായിരുന്നു എന്ന്. ഞാനും അതിനേക്കാൾ എത്രയോ കൂടുതൽ അവനെ സ്നേഹിക്കുന്നുണ്ട് ഇപ്പോഴും. പക്ഷേ അവൻ ഹാപ്പി അല്ല എന്ന് എനിക്ക് തോന്നുന്നില്ല. അവന്റെ കൂടെ ഇപ്പൊ കുറെ ആൾക്കാരുണ്ട്. നീ എന്ന് പറഞ്ഞതുപോലെ ചിലപ്പോ ആ സീനിയറും അവനും തമ്മില്. എനിക്കറിയില്ല ആ ചേട്ടനും അവനും തമ്മിൽ എന്തെങ്കിലും ഉണ്ടോന്ന്. പക്ഷെ സീനിയറിന്റെ ബിഹേവിയർ വെച്ചിട്ട് അവനോട് എന്തൊക്കെയോ ഉള്ളത് പോലെയാ. പക്ഷെ അവനെ ഒരാൾ ഇത്രയും കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ എടാ, നിന്റെ അടുത്തുള്ള പ്രൊട്ടക്ഷൻ ആണ് അവൻ അയാള്. നിനക്കത് മനസ്സിലായോ? അതും നിന്നെ കൊണ്ട് കണ്ടു നിൽക്കാനോ സഹിക്കാനോ കഴിയില്ല അല്ലേ സിയാൻ? എനിക്കറിയില്ല, ഞാൻ അവനെ കുറെ ഹേർട്ട് ചെയ്തു. പക്ഷെ അതിനേക്കാളൊക്കെ എത്രയോ ഉപരി ഇപ്പൊ എനിക്കും ഹേർട്ടാവുന്നുണ്ട്. എനിക്ക് പറയാനുള്ളതൊന്ന് കേൾക്കാൻ പോലും അവന് താല്പര്യമില്ലെന്ന് പറഞ്ഞല്ലോടാ. സിയാൻ, നിനക്കായിട്ട് എല്ലാം അവസാനിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ നിനക്ക് അവനെ മറക്കാനും കഴിയും. ഇല്ല, ആത്മാർത്ഥമായി സ്നേഹിച്ച ഒന്നിനെയും ഒരിക്കലും ആർക്കും മറക്കാൻ കഴിയില്ല. ഇതിനെപ്പറ്റി എനിക്കറിയില്ല, മുമ്പ് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട്. എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇങ്ങനെ പലതും പറയാം. പക്ഷെ സിയാൻ, നീ അവന്റെ സൈഡിൽ കൂടെ നിന്നൊന്ന് ചിന്തിക്കുന്നത് വളരെ നല്ലതായിരിക്കും. സിയാൻ, ആരു, നീ എന്താ പിന്നീട് എന്നെ പറ്റി
ഒന്ന് അന്വേഷിക്കുക പോലും ചെയ്യാതിരുന്നേ? നിനക്ക് റീസൺ അറിയണമെന്നുണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. പക്ഷേ നിനക്കിഷ്ടമല്ലാണ്ട് നിന്നെ നിർബന്ധിച്ച് എന്റെ ഒപ്പം നിർത്തണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നില്ല സിയാൻ. അതാണ് സത്യം. ഒരിക്കലും സ്നേഹത്തെ നമുക്ക് പിടിച്ചു വാങ്ങാൻ കഴിയില്ല. അതെനിക്ക് മനസ്സിലായതുകൊണ്ടാ പിന്നെ എനിക്കറിയാമാരൂ, നിന്നെ ഞാൻ ഒരുപാട് ഹേർട്ട് ചെയ്തു. അതിനേക്കാളൊക്കെ എത്രയോ കൂടുതൽ നിനക്ക് കേട്ടാവുന്നുണ്ടെന്ന് എനിക്കറിയായിരുന്നു സിയാൻ. എത്ര തവണ ഞാൻ മെസ്സേജ് അയക്കാനും കോൾ ചെയ്യാനൊക്കെ. പക്ഷെ എന്റെ ഒരു ഓർമ്മയും ഇനി നിന്നിലേക്ക് എത്തരുത് എന്നെനിക്കുണ്ടായിരുന്നു. എന്തിനാടാ നീ എന്നെ ഇത്രയും മനസ്സിലാക്കുന്നേ? നിന്നോടുള്ള ഇഷ്ടം അതിപ്പോഴും വേണ്ട സിയാൻ. എനിക്കിനി അതിനെപ്പറ്റി കേൾക്കാനോ അറിയണമെന്നോ ഒന്നുമില്ല. പിന്നെ നിനക്ക് ഹേർട്ടായെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോ ദർശൻ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ അതാ പിന്നെ ഞാനൊന്ന് സംസാരിച്ചേക്കാം എന്ന് വിചാരിച്ചത്. ഇത്രയേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിലും നല്ല ഫ്രണ്ട്സ് ആയിട്ടിരിക്കാം. പക്ഷെ അതിനും കഴിയുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ആരു, ഈ ദർശൻ എന്ന് പറയുന്ന ആളും നീയുമായിട്ട്? സിയാൻ, ഞാൻ പോവാ. അവരവിടെ എന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ടാ വന്നത്. ഓക്കെ, ബൈ. എപ്പോ പോയതാ ആരോ നീ? ഇത്രയും സമയോ? എവിടായിരുന്നു പോയെ? നിനക്കെന്നാ പോകുമ്പോ ഒന്ന് പറഞ്ഞിട്ട് പോകൂടെ? ഏയ്, ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നടി. ചുമ്മാ അപ്പുറത്ത് വരെ ഒന്ന് പോയതാ. എന്തായാലും നീ ബുക്ക് എടുക്ക്. ആ, ദേ ഇരിക്കുന്നു. നീ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ദർശൻ ചേട്ടനോട് ചോദിക്കും. ആ കാർത്തികേട്ടൻ എവിടെ? ഇയാള് പെമ്പിള്ളേരെ നോക്കി കഴിഞ്ഞില്ലേ? ഇപ്പഴെങ്ങാൻ വരുമോ ദർശൻ ചേട്ടാ? അവന്റെ കാര്യല്ലേ, അറിയത്തില്ല. നീ വല്ല നോട്ട്സ് കംപ്ലീറ്റ് ആക്കാനുണ്ടെങ്കിൽ അത് ചെയ്തോ, അവൻ വന്നോളും. ആരു? ആ, തനു. ദർശ, ഞാൻ ഇപ്പൊ വരാം. ഒരു 5 മിനിറ്റ് ഇവളുടെ അടുത്തൊന്ന് സംസാരിച്ചിട്ട് ഇപ്പൊ വരാം. ഇവരെപ്പോ തുടങ്ങി ഇവളടുത്തൊക്കെ ഇത്രയും കമ്പനി? എന്താണ് ദിയ, സ്വന്തം ഫ്രണ്ട് കൈവിട്ടു പോകുന്നൊക്കെ തോന്നുന്നുണ്ടോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഇതെനിക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല. ഏതായാലും അവൻ വരട്ടെ, ചോദിക്കാം. ഏയ് തനു, നേരത്തെ നീ എന്നെ വിളിച്ചോണ്ട് പോയിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. പറയുന്നേ എന്താണ്? തനിക്ക് എന്റെ വല്ല ഹെൽപ്പ് വേണോ? ഹെൽപ്പ് അങ്ങനെയൊക്കെ ചോദിച്ചാ ആരു? ഓ, നീ കാര്യം പറയടി. എന്താണ് ഒരു സ്റ്റാർട്ടിംഗ് ട്രബിള്? ആ, അത് പിന്നെ ഞാൻ പറയുന്നത് കൊണ്ട് നീ ഒന്നും വിചാരിക്കരുത്. കുറച്ചായി ഞാൻ സംസാരിക്കണമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഹാ, ഞാനൊന്നും വിചാരിക്കത്തില്ല. പെട്ടെന്ന് പറ. എനിക്ക് കൊറേ നോട്ട് കംപ്ലീറ്റ് ആക്കാനുണ്ട്. നിനക്കറിയാലോ, ഞാൻ ലീവായിരുന്നു. അപ്പോൾ ഉള്ള ഫുൾ നോട്ട് ഉണ്ട്. പിന്നെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അവിടെ ദർശൻ ചേട്ടനും നീയും. എനിക്ക് പെട്ടെന്ന് പോണം. നീ കാര്യം പറഞ്ഞേ. ആരാ? നീയും ദർശൻ ചേട്ടനുമായിട്ട് നല്ല കമ്പനിയാണല്ലേ? ആളുടെ സ്വഭാവമൊക്കെ എങ്ങനെയാ? ആ, ദർശൻ ചേട്ടൻ ആളുടെ സ്വഭാവത്തിന് എന്താ കുഴപ്പമൊന്നുമില്ലല്ലോ. നല്ല സ്വഭാവം തന്നെ. എന്താടോ തനിക്ക് എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞേ? ദർശൻ ചേട്ടൻ സിംഗിൾ അല്ലേ? കമ്മിറ്റഡ് ഒന്നും അല്ലല്ലോ? കമ്മിറ്റഡാ? എനിക്കറിയില്ല. എന്തായിരുന്നു? അത് പിന്നെ ആരോ, ഐ മീൻ ലവ് വിത്ത് ഹിം. ഞാൻ ഈ കോളേജിലേക്ക് വരാനുള്ള മെയിൻ റീസൺ തന്നെ ദർശൻ ചേട്ടൻ ഇവിടെ പഠിക്കുന്നുള്ളതുകൊണ്ടാ. തനു, ഐ ഡോണ്ട് നോ. എനിക്കറിയില്ല പുള്ളി കമ്മിറ്റഡ് ആണോന്ന്. അല്ല, താനിത് എന്തിനാടോ എന്നോട് പറഞ്ഞേ? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തനിക്ക് നേരിട്ടങ്ങ് പറയാനുള്ളതല്ലേ ഉള്ളൂ. അതുകൊണ്ടല്ല, എനിക്ക് അവരുടെ കൂട്ടത്തില് നിന്നെ മാത്രല്ലേ അറിയൂ. നീയാണെങ്കി ഇപ്പൊ എന്റെ നല്ല ഫ്രണ്ട് അല്ലേ, അതാ പറഞ്ഞേ. നീ ഒന്ന് ചോദിച്ചു നോക്കോ? തനു, സോറി, ഞങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും സംസാരിക്കാറില്ല. ദർശൻ ചേട്ടൻ എന്റെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് തരും. എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. അല്ലാതെ പേഴ്സണൽ കാര്യങ്ങളെ പറ്റിയൊന്നും ഞങ്ങൾ സംസാരിക്കാറില്ല. തനിക്ക് വേണമെങ്കിൽ ഞാൻ പുള്ളിയുടെ അടുത്ത് സംസാരിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടാക്കി തരാം. അതല്ലാതെ ഓ, ഇറ്റ്സ് ഓക്കെ. പക്ഷേ എനിക്ക് അത്ര പെട്ടെന്ന് ദർശൻ ചേട്ടനോട് സംസാരിക്കൊന്നും വേണ്ട. ബിക്കോസ് ചേട്ടനെ പെട്ടെന്ന് റിജക്ട് ചെയ്താ അതെനിക്ക് ചിലപ്പോ സഹിക്കാൻ പറ്റിയെന്ന് വരില്ല. പിന്നെ എനിക്ക് തോന്നുന്നു എന്തുകൊണ്ടോ വൺ സൈഡ് ലവ് തന്നെ ആയിരിക്കും നല്ലത്. അവരുടെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് അറിയുന്നതിനേക്കാൾ നല്ലത് നമ്മൾ ഇങ്ങനെ അങ്ങ് പോകുന്നതല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ. ആരോ, വൺ സൈഡ് ലവ് ഈസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ
another feelings, you know. ഐ എം സോറി, ഐ ഡോണ്ട് നോ. അവരറിയാതെ നമ്മൾ അവരെ നിരീക്ഷിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലിംഗ് ആരും. അതുമല്ല, അപ്പൊ നമ്മള് ഈ ലോകത്തൊന്നും ആയിരിക്കില്ല. നിനക്കിതെന്താ പറ്റി ആരു? പോയ പോലെ ഒന്നും അല്ലല്ലോ തിരിച്ചു വരുന്നത്. എന്താടാ, അവളിനെ നിന്നെ വല്ല പ്രപ്പോസലും ചെയ്താ? ഇല്ല, അവള് ചുമ്മാ ഓരോന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. ആഹാ, വന്നല്ലോ കാർത്തികേട്ടൻ. പെമ്പിള്ളാരൊക്കെ പോയോ? പെമ്പിള്ളേരാ? ഏത് പെമ്പിള്ളേര്? കുട്ടീനോട് ആരാ ഈ അപവാദമൊക്കെ പറയുന്നേ? ഞാൻ ലാബ് വരെ ഒന്ന് പോയതാ. ഓ, ലാബൊക്കെ അപ്പറെ സെക്കൻഡ് ഇയേഴ്സിന്റെ സെക്ഷനിലോട്ട് മാറ്റി അല്ലേടാ? അപ്പോ നീ ആയിരുന്നല്ലേടാ എന്നെ പറ്റി അപവാദമൊക്കെ പറഞ്ഞുണ്ടാക്കിയത്? ദിയ, അങ്ങനെയൊന്നുമില്ല. ഞാൻ വെറുതെ ആ വഴി പോയപ്പോ. ആ, ഞാൻ വിശ്വസിച്ചു. അല്ലെങ്കിലും ഇതിപ്പോ വിശ്വസിക്കാതിരിക്കാൻ എന്തിരിക്കുന്നു, അല്ലേ ദർശൻ ചേട്ടാ? പിന്നല്ലാതെ. ആരു, നിനക്കറിയോ നിന്റെ ഈ കസിൻ ബ്രദറിന്റെ കഥനകഥകളൊക്കെ? കഥനകഥയോ? ഇല്ല. ദർശ, വേണ്ട. ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് കരുതി ഒരുമാതിരി ചെറ്റത്തരം കാണിക്കരുത്. എന്തായാലും ഇല്ലാത്തൊന്നും ദർശൻ ചേട്ടൻ പറയത്തില്ലല്ലോ. ചേട്ടൻ പറ, ഈ കാർത്തികേട്ടന്റെ കഥനകഥകള് ഞങ്ങളും കൂടെ ഒന്ന് അറിയട്ടെ. ഓ, അത് ഞാൻ ഏറ്റ്. എന്തായാലും 4-5 വർഷത്തെ ഉണ്ടല്ലോ പറയാൻ. ഫസ്റ്റ് ഇയർ തൊട്ട് തന്നെ അങ്ങ് തുടങ്ങാം. ദർശൻ ഓരോ കാര്യങ്ങളായി എണ്ണി പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ ആരവിന്റെ ശ്രദ്ധ ദർശന്റെ വാക്കുകളിലായിരുന്നില്ല. അവന്റെ മനസ്സ് മുഴുവൻ താനു പറഞ്ഞ കാര്യങ്ങളായിരുന്നു. അന്നാദ്യമായി അവൻ പോലും അറിയാതെ അവൻ ദർശനെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടു നിന്നു. നെറ്റിക്ക് മുകളിലായി കണ്ണുകളിലേക്ക് വീണിടക്കുന്ന അവന്റെ മുടിയിഴകൾ, ഇടയ്ക്കെപ്പോഴോ സംസാരത്തിനിടയിൽ ആരുവിലേക്ക് എത്തുന്ന അവന്റെ കണ്ണുകൾ, എന്നിവയിലെല്ലാമായിരുന്നു അവന്റെ ശ്രദ്ധ മുഴുവനും. തൃപ്തിയായോടാ നിനക്കിപ്പോ? എന്റെ മാനവും കളഞ്ഞു. പിള്ളേരുടെ മുമ്പിൽ ഞാനൊക്കെ നാണം കെട്ട്. ഓ, ഇതൊക്കെ കുറച്ചല്ലേ ഉള്ളൂ. ഞാൻ ഇതിനും വലുതാ പ്രതീക്ഷിച്ചേ. നീ കൊള്ളാലോ. ഡാരു, നീ നീ ഇതൊന്നും ചെന്ന് വീട്ടിൽ പറയരുത്, കേട്ടല്ലോ? അതിന് ഞാനൊന്നും കേട്ടില്ലല്ലോ. എന്താടാ? എന്ത്? ഒന്നുമില്ല. എടാ ആരു, ഞാൻ കുറച്ചു ദിവസമായിട്ട് ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. എന്ത്? നിനക്ക് ഇതിനും മാത്രമൊക്കെ ആലോചിക്കാൻ എന്തു വഴിയുള്ളത്? അല്ലടാ, നമ്മുടെ ദർശൻ ചേട്ടനെ, പുള്ളിക്ക് വേറെ ലൈനൊന്നുമില്ല? ഇതൊക്കെ എല്ലാരും കൂടെ എന്നോട് വന്ന് ചോദിച്ചാൽ ഞാനെങ്ങനെ പറയാനാ? എനിക്കറിയത്തില്ല. ഞാൻ എന്താ അങ്ങേരുടെ കൂടെയാണ് താമസം? അതിന് നീ ഇങ്ങനെ ചൂടാവണ എന്തിനാ? അറിയില്ലേലും അറിയില്ല എന്നങ്ങ് പറഞ്ഞാ പോരെ. നീയല്ലേ അങ്ങേരുടെ കൂടെ ഫുൾ ടൈം നടക്കുന്നേ, അതുകൊണ്ടല്ലേ നിന്നോട് ചോദിച്ചേ. ആ, എനിക്കറിയത്തില്ല. അങ്ങേര് ഇതൊന്നോട്ട് എന്നോട് പറഞ്ഞിട്ടുമില്ല. നിനക്ക് വേണമെങ്കിൽ നീ പോയി ചോദിക്കി. ശടാ, ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? തമ്പുരാനെ, ഇത് ജസ്റ്റിനല്ലേ? ഇവന്റെ ശല്യം തീർന്നോന്ന് വിചാരിച്ചായിരുന്നു. എന്നെ തപ്പിയാ വരുന്നേ. ദിയ, ഞാൻ പോണേണ്. അവൻ വന്നാ ഞാൻ ഇന്നും കൂടെ ലീവാന്ന് പറഞ്ഞേക്ക്. എടാ, അതെങ്ങനെ പറയാനാ? ഇവൻ ഒന്ന് വന്ന് നിന്റെ സുഖവിവരങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് പോയതല്ലേ. നീ എന്തെങ്കിലും പറഞ്ഞ അവനെ ഒന്ന് ഒഴിവാക്കി വിട്. ഞാൻ പോവാ. ദിയ, എന്ത് സോളോ അവിടെ? അവൻ ഓടി. അല്ല, വാഷ്റൂം ലൈബ്രറി പോയി. ഓ, ലൈബ്രറിയിലോ? ബുക്ക് വായിക്കാനായിരിക്കും അല്ലേ? എന്നാ ഞാനും കൂടി ഒന്ന് ചെല്ലട്ടെ. ടാറ്റാ. ടാറ്റയോ? എന്റെ ദൈവമേ, അവൻ ആ ലൈബ്രറിയിലൊന്നും കാണല്ലേ. ആ ആരും എന്നെ കൊല്ലുവന്ന്. ഇവിടെ ഒന്നും ആരും ഇല്ലെന്ന് തോന്നുന്നു. തമ്പുരാനെ, ആ ജസ്റ്റിന് ഇങ്ങോട്ട് കയറി വരാൻ തോന്നരുതേ. ആരു, നീ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നേ? എന്താടാ, നിനക്കിനി ഇവിടെ വല്ല ചുറ്റിക്കളിയോ ഉണ്ടോ? ചുറ്റിക്കളിയാ? ആ, ഞാനേ ഇവിടെ എന്റെ ലവറിനെ കാണാൻ വേണ്ടി വന്ന. എന്തേ? ലവറോ? അതാര്? ഞാനറിയാത്തൊരു പുതിയ ആള്. അതും നിനക്ക്? താൻ അറിയാത്ത ആളോ? അതിന് എല്ലാം അങ്ങനെ തന്നെ അറിയിക്കണമെന്നുണ്ടോ? അല്ല, ഇയാൾ എന്തോ ഇവിടെ?
ഇനി തനിക്കുണ്ടോ വല്ല ചുറ്റിക്കളി? എന്തു പറ്റി ആരു? ഇന്ന് നിന്റെ മൂഡ് തീരെ ശരിയല്ലെന്ന് തോന്നുന്നുണ്ടല്ലോ. നൈസായിട്ടൊരു കലിപ്പൊക്കെ. എന്തു പറ്റി? എന്റെ മൂഡിന് കുഴപ്പമൊന്നുമില്ല, അങ്ങ് മാറിക്ക്, ഞാൻ പോട്ടെ. ഹേ വെയിറ്റ് വെയിറ്റ് വെയിറ്റ്, ഒരു കാര്യം പറയട്ടെ. എന്തേ? അതെ, ഒരാളെ വായി നോക്കുമ്പോ കുറച്ച് മയത്തിലൊക്കെ വേണം. അറ്റ്ലീസ്റ്റ് അയാള് ഇതൊക്കെ അറിയുന്നുണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കെങ്കിലും വേണം. ഞാനോ? ഞാൻ ആരെ വായി നോക്കിയെന്ന്? ആ, ഇനി നീ നിന്ന് പരുങ്ങൊന്നും വേണ്ട, ഞാൻ കണ്ടിരുന്നു. നിനക്ക് കുറച്ചുകൂടെ മയത്തിൽ നോക്കിക്കൂടെ ചെറുക്ക? അല്ല ദർശ, ഞാൻ അങ്ങനെ നോക്കിയതൊന്നും അല്ല. ആ മനസ്സിലായി. പിന്നെ നിന്റെ ആ കണ്ണുകൾ കൊണ്ടല്ലേ, അത് ഞാനങ്ങ് ക്ഷമിച്ചു. ചെല്ല്. ഇതവൻ കാണാൻ കൂടെ ചെയ്തിരുന്നോ? എന്റെ ദൈവം, എന്റെ മാനം പോയി. ഹേ ആരു? ആ എന്താ ദർശ? ഞാനൊരു കാര്യം പറയട്ടെ. നിന്റെ ഈ നോട്ടത്തില് ഞാൻ തന്നെ കൂടുതൽ മെൽറ്റായി പോകുന്നു. ദർശ, ഞാൻ ഹലോ ബേബി. ബേബിയാ? ഇതാര്? ഇനി ഇത് ദർശന്റെ? ഹേ ഗായ്സ്, ദർശനാണ്. അപ്പോ ഈ ഒരു കമന്റ് ഞാൻ തന്നെ വായിക്കണം എന്ന് പറഞ്ഞ് റിക്വസ്റ്റ് വന്നതാണ്. പിന്നെ ഇത് ഇത്രയൊന്നും അല്ല, കുറെ ഉണ്ട്. ഇത്രയും മാത്രം ഞാൻ ഇവിടെ കൊടുക്കാം, ബാക്കി ഞാൻ വായിക്കാം. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. ഇഷ്ടായേ. ഈ ഒരു സംഭവം ഏത് ടൂണിലാണ് വായിക്കേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് നെക്സ്റ്റ് സെന്റൻസ് തൊട്ട് വായിക്കാം. എനിക്ക് പറയാനുള്ളത് ദർശനോടാണ് കേട്ടോ. ഓക്കെ, ലെറ്റ് മീ ടെൽ. ഓ കുട്ടി പറഞ്ഞോളൂ. മീ ചേട്ടാ ദർശ. ചേട്ടന്റെ ചാട്ടം എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. കണ്ടുപിടിച്ച് കളഞ്ഞ് കൊച്ചു ഗർലി. ഇപ്പോഴേ ആരുവിന്റെ കാര്യത്തിൽ ഇത്രയ്ക്ക് പൊസസീവ് ആണെങ്കിൽ നിങ്ങൾ ശരിക്കും റിലേഷൻഷിപ്പിലായാൽ എന്തായിരിക്കും അവസ്ഥ? എന്റെ പൊന്നെ, ആലോചിക്കാൻ വയ്യ. എനിക്കും ആര് സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടുമായിരിക്കും തീർച്ച. പിന്നെ പക്ഷേ പ്ലീസ് ചേട്ടാ, ആരുവിനെ ഒന്നുകൂടെ ഒന്ന് മനസ്സിലാക്കിയിട്ട് മതി ഇങ്ങനെ പടർന്നു പന്തലിക്കുന്നത്. അതല്ലേ നല്ലത്? ക്വസ്റ്റ്യൻ മാർക്ക്. തകർത്ത് കളഞ്ഞു. സംതിങ് ഈസ് there in between ആരു and സിയാൻ. I don't know what is it exactly, but it's there. Still, I think Aru is developing some feelings for you, and I'm happy for that. Of course, me too. But പൊന്നു മോനെ സീനിയർ ചേട്ടാ, be careful, okay? വീണ്ടും ക്വസ്റ്റ്യൻ മാർക്ക്. Be careful, okay? ഇല്ലെങ്കിൽ ഭാവിയിൽ ആരുവിനെ സിയാനെ വിട്ടുകൊടുത്ത് ത്യാഗത്തിന്റെ പ്രതീകമാകേണ്ടി വരും. സോ അത് കാണാനുള്ള ത്രാണി ഇല്ലാത്തോണ്ട് പറയാ, എല്ലാം നോക്കിയും കണ്ടും ഒക്കെ ചെയ്തേക്കണേ. എന്ന് വെച്ചാൽ എടുത്തു ചാടണ്ടാന്ന്. കേട്ടല്ലോ? പിന്നെ കുട്ടി പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാം കേട്ടിരിക്കണോ? ഇനി അങ്ങനെ എങ്ങാനും സംഭവിച്ചാൽ ഒരു കാര്യം മറക്കണ്ട, ഈ ഞാൻ ഇവിടെ എപ്പോഴും ജീവനോടെ ഉണ്ട്. ശരിക്കും അങ്ങനെ അങ്ങ് ചുമ്മാ കരയാൻ വിടില്ലാന്ന്. കേട്ടോടാ സീനിയറെ? കേട്ടോന്നോ? കേട്ടു. അയ്യോ, എന്നെ സ്നേഹിക്കാൻ പിള്ളേരുണ്ട്. ലവ് യു ബേബി, ലവ് യു. ഇല്ല, ഇത് പറ്റൂല. ഞാൻ ഇനി കൂട്ടില്ല. ഒരേ ടൈം എനിക്ക് വിമൻ ഒന്നിക്കണം എന്നുണ്ട്, അതുപോലെ സിയാനെ കാണുമ്പോൾ ഹേർട്ട് ആവുന്നുണ്ട്. ഞാൻ ഇനി എന്ത് ചെയ്യും അല്ലയ്യ, അറിയൂല ബേബി. അതുകൊണ്ട് വിമൻ സെറ്റാക്കിയേക്ക്. ആഹാ, ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? എന്നിട്ട് സിയാനെ എനിക്ക് തന്നേക്ക്, ഞാൻ എടുത്തോളാം. ഒന്ന് പോ അവിടുന്ന്. ഞങ്ങളുടെ പേര് തന്നെ മാച്ചാണ്, സിയ സിയാൻ. ഹോ, കൊച്ചിന്റെ പേര് സിയാന്നായിരുന്നല്ലേ? അത് കൊള്ളാം. പ്ലീസ് പ്ലീസ് പ്ലീസ്, പറ്റുവാണെങ്കിൽ സിയാനെ കൊണ്ട് തന്നെ വായിപ്പിക്കണം, അപേക്ഷയാണ്. അയ്യോ ബേബി, ഇങ്ങനെ അപേക്ഷിക്കല്ലേ, ഞാൻ തന്നെ ആയി വായിക്കുന്നേ. എന്തായാലും കുട്ടിക്കെങ്കിലും എന്നോട് ഇത്ര സ്നേഹമുണ്ടല്ലോ. താങ്ക് യു സോ മച്ച്. ഹായ് ചേച്ചി, എന്റെ പേര് ഫർഹ. ഞാൻ ഇങ്ങനെ കമന്റ് ഇടുന്ന ആളല്ല, പക്ഷെ എനിക്കിതിൽ കമന്റ് ചെയ്യാൻ തോന്നി. ആദ്യം പറയുന്നത് ചേച്ചിയോടാണ്. ഞാൻ മറ്റുള്ളവരെ പോലെ വിമൻ സെറ്റാക്കണം, തേക്ക് സെറ്റാക്കണം എന്നൊന്നും പറയില്ല. ചേച്ചി ഈ സ്റ്റോറി എഴുതാൻ നിന്നപ്പോൾ ചേച്ചിയുടെ മനസ്സിൽ കോംബോ ആരുടേതാണോ അത് മതി, പക്ഷെ ഹാപ്പി എൻഡിങ് ആയാൽ മതി. ഇനി പറയാനുള്ളത് സിയാൻ നിന്നോടാണ്. നീ ആരുവിനെ എന്തിനാ വേണ്ടെന്ന് വെച്ചത് എന്നെനിക്കറിയില്ല.
ഒരു പക്ഷെ നിന്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു തക്കതായ കാരണമുണ്ടാകും. എന്നാലും നീ ഉപേക്ഷിക്കാൻ നോക്കിയത് വൈരത്തെയാണ്. അതിനെ തിരിച്ചെടുക്കാൻ നോക്ക്. വിധിയുണ്ടെങ്കിൽ കിട്ടും. ഇനി ദർശ നിന്നോടാണ്. നിനക്ക് സിയാനെ മുമ്പ് അറിയുമോ? എന്റെ മനസ്സിൽ തോന്നിയ സംശയമാണ്. നിന്റെ കയ്യിലുള്ള വൈരത്തെ ആരുനെയാണ് ട്ടാ ഉദ്ദേശിക്കുന്നത്. നീ മുറുകെ പിടിച്ചോ. ആ എഡിറ്ററുടെ മനസ്സിൽ എന്താന്ന് അറിയില്ല. താഴെ വീഴാതെ നോക്കിക്കോ. ഓക്കെ ബേബി. പിന്നെ ചേച്ചി, എപ്പിസോഡ് സൂപ്പർ. താങ്ക് യു. പറഞ്ഞേക്കാട്ടാ എഡിറ്ററിനോട്.